അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് മിക്സിനെ കുറിച്ച് പറയാനും കാണിക്കാനുമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹെൽത്ത് മിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ 40 ഐറ്റം ഞാൻ ഇതിൽ ചേർത്തിയിട്ടുണ്ട്. 40 ഐറ്റം ചേർക്കാൻ തന്നെ കാരണം പറഞ്ഞാൽ 1 വയസ്സ് മുതൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 40 ഐറ്റം ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. 40 ഐറ്റം ഞാൻ 12 തരം പാരമ്പര്യ അരികൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലെന്ന് പറയാനുള്ളത്. 12 തരം പാരമ്പര്യ അരികൾ ഇതിൽ ചേർത്തിയിട്ടുണ്ട്. അതിൽ 3 വെള്ളരികളും 8 ചുവപ്പരിയും 1 ബ്ലാക്ക് അരി. ബ്ലാക്ക് അരി എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, കറുപ്പ് കവണി എന്നാണ് ബ്ലാക്ക് അരിൻ്റെ പേര്. കറുപ്പ് കവണി എന്നല്ല, അതിൻ്റെ ശരിക്കും കളർ കരിനീല കളറാണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടുന്നത് 4 രാജ്യങ്ങളിലാണ് നമുക്കിത് കിട്ടുന്നത്. കറുപ്പ് കവണി എന്ന് പറഞ്ഞാൽ ഹൈ മെഡിസിൻ വാല്യൂ ഉള്ള അരിയാണ് കറുപ്പ് കവണി എന്ന് പറയുന്നത്. 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലേഷ്യ, ബർമ്മ, തായ്ലാൻഡ്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ചെട്ടിനാട് കിട്ടുന്നതാണ് ഈ ചെട്ടിനാട് കവണി എന്ന് പറഞ്ഞാൽ. ക്യാൻസർ സെല്ലിനെ വരെ നശിപ്പിക്കാനുള്ള ആന്തോസൈൻ എന്ന് പറഞ്ഞ ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തശാലി നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും രക്തം ശുദ്ധീകരിക്കാനും രക്തം കട്ടപിടിക്കുന്നതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം രക്തശാലി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഞവരയിൽ അതുപോലെ ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ളത്. അതുപോലെ തന്നെ ഇളുപ്പൈപ്പൂ സമ്പ എന്ന് പറഞ്ഞാൽ അതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇളുപ്പൈപ്പൂ സമ്പ പ്രത്യേക മണമാണത്. ഇളുപ്പൈപ്പൂ സമ്പ എന്ന് പറഞ്ഞാൽ അതാണ് ഇളുപ്പൈപ്പൂവിൻ്റെ മണം ഉള്ളത് കൊണ്ടാണ് ഇളുപ്പൈപ്പൂ സമ്പ എന്ന് പറയുന്നത്. ഇത് ഹൈ മെഡിസിൻ വാല്യൂകളാണ്. ഞരമ്പ് ബന്ധമായിട്ടുള്ള ഇത്, അതുപോലെ തന്നെ വെരിക്കോസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന അരിയാണ് ഇത്. ഡോക്കോമിൻ എന്ന് പറഞ്ഞ ഘടകം ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാ നമക്ക് എന്ന് പറഞ്ഞ അരി ബുദ്ധൻ പണ്ട് കഴിച്ചു എന്നാണ് പറയുന്നത്. കാലാ നമക്ക് എന്ന് പേര് വരാൻ തന്നെ കാലം തന്നെ നമ്മുടെ അടുത്ത് വരാൻ പേടിക്കും. അതാണ് കാലാ നമക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണിസമ്പ, വാളൻ സമ്പ അരികൾ ഒരുപാട് തരം അരികളുണ്ട്. അപ്പോൾ ഇത് കഴിക്കേണ്ടത് 1 വയസ്സ് മുതലുള്ള കുട്ടികളാണ് മെയിൻ ആയിട്ട് കഴിക്കേണ്ടത്. എന്നാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിച്ചവരുണ്ട്, എന്നാലും ഇപ്പോൾ കഴിക്കാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം വലിയ ആൾക്കാർ അപ്പോൾ 10-40 വയസ്സിന് മേലുള്ളവരെല്ലാം ആദ്യം വെള്ളരി, പിന്നെ ചുവപ്പരി, പിന്നെ കറുപ്പരി, അതിൽ ബ്ലാക്ക് അരി, അങ്ങനെയാണ് കഴിച്ച് ശീലിക്കേണ്ടത്. ഡയറക്റ്റായിട്ട് നമ്മൾ കറുപ്പരി എല്ലാം എടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് ദഹന പ്രശ്നങ്ങൾ, ഛർദി, തലവേദന അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഹെൽത്ത് മിക്സ് ആയത് തന്നെ ഇതിലെല്ലാം ഞാൻ ചേർത്തിയത് കാരണം ഏത് പ്രായക്കാർക്കും കഴിക്കാം, 1 വയസ്സ് മുതൽ എല്ലാവർക്കും കഴിക്കാം. അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ട രീതി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോൾ, BP എന്നുള്ളവർക്കെല്ലാം കഞ്ഞിയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കഞ്ഞിയായിട്ട് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വൈകിട്ട് പാലിൽ കലക്കിയിട്ട് ആണ് കൊടുക്കേണ്ടത്. പാലിൽ കലക്കിയിട്ട് നമ്മളിതിൽ മധുരവും കളറ് അങ്ങനെ ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം മധുരം വേണ്ടവർക്ക് വെല്ലമോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഇട്ട് കുട്ടികൾ മധുരമുള്ളത് കൊണ്ടേ കുട്ടികൾ കഴിക്കുകയുള്ളൂ. കാരണം കുട്ടികൾക്ക് മധുരം ആവശ്യമാണ്. വലിയവർക്ക് നമുക്ക് ഉപ്പിട്ട് കഴിക്കുക, കല്ലുപ്പ്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം വീഡിയോ എങ്ങനെയാണ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത്, കഞ്ഞി എങ്ങനെ കഴിഞ്ഞാൽ ഒരു ദിവസം അത് വേറൊരു ദിവസം വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മില്ലറ്റ് 4 തരം മില്ലറ്റുകളാണ് ഇത് ചേർത്തിരിക്കുന്നത്. അതെല്ലാം അൺപോളിഷ്ഡ് മില്ലറ്റാണ്. ഇതെല്ലാം അൺപോളിഷ്ഡ്. ശരിക്കും നോക്കിയാൽ അതിലൊരു കറുപ്പ് കളറ് കാണാം, അതിൻ്റെ ഒരു പൊട്ട് പോലെ. അതാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അൺപോളിഷ്ഡ് ആണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇതെല്ലാം അങ്ങനെ 4 തരം മില്ലറ്റ് ഞാൻ അതിൽ ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ 12 വക പയർവർഗ്ഗങ്ങൾ, പിന്നെ നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, ചുക്ക്, ഏലക്ക, അങ്ങനെ പംകിൻ സീഡ്, അതുപോലെ തന്നെ വാൽനട്ട്, അങ്ങനെയെല്ലാം ഇതിൽ ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആർക്കെല്ലാം കഴിക്കാം, അതായത് ജിമ്മിൽ പോകുന്നവർക്ക്, സ്പോർട്സ് പരമായിട്ട് പോകുന്നവർക്ക്, അതായത് ശരീരഭാരം ഇല്ലാത്ത കുട്ടികൾക്ക് അവർക്കൊക്കെ, അതുപോലെ PCOD പ്രശ്നമുള്ളവർക്ക്, തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ഞരമ്പ് ബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, മുട്ടുവേദന, തണ്ടല് വേദന, അങ്ങനെ ഏകദേശം എല്ലാ അസുഖങ്ങൾക്കും കഴിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു ഹെൽത്ത് മിക്സ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ 18-20 വയസ്സ് വരെ ഈ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് പിന്നീട് അവരുടെ ആരോഗ്യം. അത് കാരണം പാരമ്പര്യ അരികൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക. ഇനി അങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഷുഗറും, കൊളസ്ട്രോൾ, BP അങ്ങനെ മിക്കവർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ നമ്മൾ പാരമ്പര്യ അരികൾ അല്ലെങ്കിൽ പാരമ്പര്യ ഫുഡിലോട്ട് മാറിയാലേ ഇനിയുള്ള തലമുറയെങ്കിൽ ആരോഗ്യത്തോടെ നമുക്ക് കൊണ്ടുവരാനും
നമുക്ക് അതിന് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അത് കാരണം കുട്ടികൾക്ക് പാരമ്പര്യ അരികൾ ചേർത്തിട്ടുള്ള ഭക്ഷണമോ അതിനുള്ള ഹെൽത്ത് മിക്സ് പൗഡറുകളോ അങ്ങനെയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇത് പറയാനുള്ളത് നമ്മൾ ഇതെല്ലാം ഈ അരികളെല്ലാം കഴുകി ഉണക്കിയ അരി കേട്ടോ. നമ്മളിത് അത് നല്ലപോലെ ഇതിൻ്റെ പരുവ് എത്തുന്ന പോലെ നല്ലപോലെ നമ്മളിത് വറക്കണം. അല്ലേ, ഇതിൽ 12 തരം അരിയും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. 12 തരം അരി ഇട്ടിട്ടുണ്ട്. ഈ മെഡിസിൻ വാല്യുള്ള അരികളാണ്. അരികളുടെ ഇതിലുള്ള ഘടകങ്ങൾ, അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാം അത്രയും ഔഷധ ഗുണമുള്ള അരിയാണ്. ഇതിൻ്റെ ഒന്നും തന്നെ പറഞ്ഞില്ല. 1-2 അരിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് പ്രമേഹ രോഗികൾ, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാം. അതാണ് ഞാൻ ഇതിൽ 40 ഐറ്റത്തോളം ചേർത്തിരിക്കുന്നത്. ഇതിന് പുറമെ ഞാൻ വേറെ അരികൾ, ഔഷധ ഗുണങ്ങളുള്ള അരികൾ ഇട്ടിട്ട് വേറെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക്, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക്, അതൊക്കെല്ലാം തനിയെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ പറഞ്ഞ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പരിവ് എത്തുന്ന പോലെ ഇറക്കി എല്ലാം വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് വറുത്ത് പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളതിന് ചലിച്ച് പാക്കറ്റിലാക്കുന്ന ജോലിയാണ് ഇനി ബാക്കിയുള്ളത്. നമ്മളുടെ ഒരു പാക്കറ്റിൽ വരുന്നത് 300 ഗ്രാമാണ് വരുന്നത്. നമ്മളുടെ ബ്രാൻഡ് നെയിം വന്നിട്ട് കൂപ്സ് ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മളുടെ ബ്രാൻഡ് നെയിം വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ 1 വയസ്സ് മുതൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. എൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മലമ്പുഴയിലാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത്. എൻ്റെ ലൊക്കേഷനിൽ നിന്ന് 7 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ എൻ്റെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ നേരിട്ട് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. വേറെ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അത് പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ഹെൽത്ത് മിക്സ് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ 100 ml അല്ലെങ്കിൽ 120 ml വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഹെൽത്ത് മിക്സ് പൗഡർ 1 ടേബിൾ സ്പൂൺ ഇടുക. ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അലിയിപ്പിക്കുക. നന്നായി കട്ട പിടിക്കാതെ നന്നായി ഇതുണ്ടല്ലേ, നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അലിയിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റവിലെടുത്ത് വയ്ക്കുക. സ്റ്റവിലെടുത്ത് വെച്ച ശേഷം ലൈറ്റ് ചൂടാകുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് അതുപോലെ പാലൊഴിക്കേണ്ടതാണ്. ഒരു ഗ്ലാസ് പാലും അതുപോലെ ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഉണ്ടല്ലേ, നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ബെല്ലം, ശർക്കര എന്നും പറയും, ഞങ്ങളുടെ നാട്ടിൽ ബെല്ലം എന്നാണ് കൂടുതലും പറയുക. ഞാനിത് പൊടിച്ചു വെച്ചാണ്. ആവശ്യത്തിനുള്ള ബെല്ലം ഇതിൽ ചേർക്കുക. എന്നിട്ടത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ പറഞ്ഞാൽ അടിയിൽ പിടിക്കും, പൊന്തി വരികയും ചെയ്യും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അരികളുടെ കുറിച്ചൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ഗുണങ്ങളൊന്നും അധികമൊന്നും പറഞ്ഞില്ല. 1-2 അരിയുടെ ഗുണങ്ങൾ ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അരിയുടെ ഗുണങ്ങൾ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ കഞ്ഞിയായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഉത്തമം. ഞാനൊക്കെ രാവിലെ ഒരു നേരം കഞ്ഞിയായിട്ടാണ് കഴിക്കുക. ഞാനൊരു 2 സ്പൂൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ കഞ്ഞിയായിട്ട് കഴിക്കുന്നത്. അത് ഞാൻ ഒരു ദിവസം കഞ്ഞിയായിട്ട് കഴിക്കുന്നത് ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ മധുരം ചേർക്കണമല്ലോ. ഇപ്പം എൻ്റെ മകനൊക്കെ കഴിക്കുകയാണെങ്കിൽ അവന് മധുരം വേണം. അപ്പോൾ ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് തിളച്ച് വന്നു. തിളച്ച് വന്ന് നല്ല മണം വരുന്നുണ്ട്. നല്ല ചുക്കിൻ്റെ ഏലക്കാനി നല്ല മണം വരുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട്. ഇത് തിളച്ച് വന്നു. തിളച്ച ശേഷം സ്റ്റൗ ഒന്ന് താത്തണം. അല്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പൊന്തി വരും കേട്ടോ. ഇളക്കിക്കൊണ്ടിരുന്നു. അത്യാവശ്യം തിക്കൻസിനനുസരിച്ച് നമുക്ക് നിർത്താം. അപ്പോൾ അത്യാവശ്യം ഇത് വെക്കും തോറും തിക്കൻസ് കൂടി വരും. കുറച്ച് ലൂസാണ്. ഒരു 2-3 സെക്കൻഡും കൂടി ഒരു കുറച്ച് നേരം വെച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാവും. ഞാനിതിൽ അല്പം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അത് ശകലം കുറച്ചുണ്ട്. അത് കാരണം അത് ശകലം 1 ടീസ്പൂണ് നെയ്യ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മധുരം നോക്കിയില്ല. നമ്മൾ മധുരം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മതിയാണ്. കറക്റ്റ് മധുരമാണ്. ലൈറ്റ് മധുരമുള്ള, കട്ടി മധുരമില്ല. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കണം. നല്ല മണമുണ്ട്. ചുക്കിൻ്റെ ഏലക്കായുടെ നല്ല മണമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റൗവിന് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് 2 കപ്പിലായിട്ട് കുടിക്കേണ്ട പാകത്തിന് നമുക്ക് ഒഴിച്ച് നോക്കാം. കണ്ടില്ലേ? നമ്മൾ കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി കട്ടിയാവും. ഇത് കറക്റ്റ് നമുക്ക് കുടിക്കാം. കറക്റ്റാണ്. ഇതിപ്പോൾ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. എന്നാലും കുടിച്ച് നോക്കാം. നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ പ്രോഡക്റ്റിനെ നന്നായിരുന്നു പറയുന്നത് ശരിയല്ലല്ലോ. എന്നാലും നന്നായിട്ടുണ്ട്. നല്ല ഏലക്കാടിയും ചുക്കിൻ്റെയൊക്കെ നല്ല മണം. ഇപ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം കേട്ടോ. രാവിലെ കഞ്ഞി കുടിക്കുന്നതാണ് ബെറ്റർ. കഞ്ഞി കുടിക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇതേപോലെ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് 4 ഗ്ലാസ് ഇതേപോലെ 100 ml 120 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം എടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇടുക. നന്നായി ഇളക്കി. ഞാൻ കല്ലുപ്പിട്ടിട്ടാണ് കൂടുതലും കുടിക്കാറ്. കഞ്ഞിയായിട്ട് ഞാൻ കുടിക്കാറ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 2 മണി 2:30 വരെ വിശക്കത്തേയില്ല. നല്ല ചൂട്. അപ്പം എങ്ങനെയാണ് കുടിക്കേണ്ടത്? ഇത് കുട്ടികൾക്ക് കൊടുക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം. നമ്മുടെ ഹെൽത്ത് മിക്സിൽ ഷുഗർ ചേർത്തിയിട്ടില്ല. അഡീഷണൽ കളറുകളൊന്നും ചേർത്തിയിട്ടില്ല. മൈദ ചേർത്തിയിട്ടില്ല. പ്യൂർ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അരികളാണെങ്കിലും എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള അരികളാണ്. അപ്പം അങ്ങനെയാണ് കുടിക്കുന്നത്. ഞങ്ങളിപ്പോൾ നല്ല ചൂട്, അത് കാരണം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് കുടിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് ഇത് തണുത്ത് കുടിക്കേണ്ട പരുവമായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് വരുന്നത് കൂപ്സ് ഫുഡ് പ്രോഡക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർ ഈ കാണുന്ന സ്ക്രീനിൽ വരുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്.